നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റാഗി കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റ് റാഗി കേക്ക്. ഇന്ന് ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത് മുട്ട ചേർക്കാതെയാണ്. അപ്പോൾ അതിന് പകരം പാല് ചേർക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയ പാലാണ്. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒന്ന് ചേർത്തിട്ട് നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ മുട്ടയ്ക്ക് പകരം ഇതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. വിനാഗിരി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഒന്ന് വെക്കാം. അതിനുശേഷം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ബട്ടർ മിൽക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ബട്ടർ ഒന്ന് ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര അളന്നെടുത്തതിന് ശേഷം അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഈ വൈറ്റ് ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ശർക്കര ഒന്ന് പൊടിച്ചതിന് ശേഷം അതും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ കേക്കിന് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കപ്പോളം പഞ്ചസാര വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നോർമൽ രീതിയിലുള്ള മധുരത്തിന് വേണ്ടി 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം രീതിയിലുള്ള സ്പൂണിന് 1 സ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർക്കാം. ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി കേക്കിന് വേണ്ട ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു പാത്രത്തിന് മുകളിലേക്ക് അരിപ്പ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഈ പാത്രത്തിലേക്കാണ് ഞാൻ ഇത് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ കൂട്ടില്ലേ അതിലേക്ക് നേരിട്ട് തന്നെ അരിച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് റാഗിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ഒരേ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പഞ്ചസാരയും ഈ റാഗിയോ എണ്ണയും എല്ലാം ഒരേ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിനും ഒരേ അളവുള്ളൊരു കപ്പ് എടുത്താൽ മതിയാകും. നമ്മൾ കടയിൽ നിന്നൊക്കെ ഇടിയപ്പമൊക്കെ തയ്യാറാക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന നൈസായിട്ടുള്ള റാഗിപ്പൊടി ഇല്ലേ, അപ്പോൾ അതെടുത്താൽ മതിയാകും. അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ചേർക്കാം. അതല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടിയില്ലേ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് റാഗിപ്പൊടി 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ അരിപ്പയിലൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇടഞ്ഞ് യോജിപ്പിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഈ കേക്കിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതായത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് ഉപയോഗിക്കരുത്. ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് കുറേ സമയം മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഇതൊക്കെ ഒന്ന് വെളിയിലെടുത്തിട്ട് അതിൻ്റെ തണുപ്പൊന്ന് മാറ്റിയെടുക്കണം. നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് കുറച്ചായിട്ട് ഈ മാവ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ചായിട്ട് ചേർത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഒരല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മധുരം എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാകും. വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതാ നമ്മുടെ റാഗി കേക്കിന് വേണ്ട മാവ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് കലക്കിയെടുക്കേണ്ടത്. ഇന്ന് ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതിലിങ്ങനെ തയ്യാറാക്കാം. അതല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ അതല്ലെങ്കിൽ കേക്ക് ടിന്നിലോ അലൂമിനിയം പാത്രത്തിലോ മറ്റോ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷവും ബേക്ക് ചെയ്തെടുക്കാം. ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് എണ്ണയൊന്ന് തടവിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് 2-3 തവണയൊന്ന് തട്ടി കൊടുക്കാം.
അടുപ്പിലേക്ക് ഒരു പഴയ ചപ്പാത്തിക്കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. കുറച്ച് സമയം എടുക്കുമെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ. ഈ കല്ല് ഒരുവിധം ഒന്ന് ചൂടാകുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ കേക്ക് ഒഴിച്ചു വെച്ച പാത്രം ഒന്ന് എടുത്തു വെക്കാം. അതിനുശേഷം അടച്ചിട്ട് ഒരു മീഡിയം രീതിയിൽ തീയിട്ട് കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. തീ അങ്ങ് തീരെ കുറച്ച് വെക്കാൻ പാടില്ല, ഒരു മീഡിയം രീതിയിൽ തീയിട്ട് കൊടുക്കണം. അതുപോലെ തീ കൂട്ടിയിടാനും പാടില്ല. നമ്മൾ ആ എടുക്കുന്ന മാവിൻ്റെ അളവിനനുസരിച്ച് ഇത് ബേക്കായി വരുന്ന സമയത്തിൽ വ്യത്യാസം ഉണ്ടാകും. എന്തായാലും ഒരു 3/4 മണിക്കൂർ സമയം, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് ബേക്കായി വരാൻ. നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. കേക്ക് ഒരു 3/4 ഭാഗത്തോളം ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് നട്ട്സോ അതല്ലെങ്കിൽ ചോക്കോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ മാത്രം അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ റാഗി കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റോളം സമയം വേണ്ടി വന്നു എനിക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇത് വെന്തോ എന്നറിയാൻ വേണ്ടി ഇതിൻ്റെ നടുവിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ മറ്റോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഒട്ടിപ്പിടിക്കാതെ വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്തെടുക്കാവൂ. അതേപോലെ ഈ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ടു വരുന്ന സമയത്ത് മാത്രമേ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാവൂ. കാരണം ഇത് റാഗി കൊണ്ട് ഉണ്ടാക്കിയ കേക്ക് ആയതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. ചൂടാറുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ചൂടാറിയിട്ട് നിങ്ങൾ കഴിച്ച് നോക്കുക. അതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ നോർമൽ രീതിയിൽ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുമല്ലോ. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.